സ്കൂൾ ഒളിമ്പിക്സിലെ ഇന്നത്തെ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത് ട്രാക്ക് ഉണർന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. ട്രാക്ക് ഉണരുമ്പോൾ ആവേശകരമായ പോരാട്ടങ്ങൾക്ക് തുടക്കമാകുന്നു. പാലക്കാടാണ് തുടക്കം തന്നെ മുന്നേറിയിരിക്കുന്നത്. 3000 മീറ്റർ സീനിയർ ബോയ്സിന്റെ നടത്തത്തിൽ മുണ്ടൂർ HSSലെ ജഗന്നാഥ് സ്വർണം നേടിയിരിക്കുന്നു എന്നതാണ്. വെള്ളിയും പാലക്കാട് തന്നെയാണ്, മുണ്ടൂർ സ്കൂൾ തന്നെയാണ്. ഷബീറാണ് നേടിയിരിക്കുന്നത്. ജൂനിയർ ഗേൾസ് 3000 മീറ്റർ പുരോഗമിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്തയെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ട്രാക്ക് ഉണർന്നിരിക്കുന്നു. കമലേഷ് തിരുവനന്തപുരത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം കായികമേളയുടെ ആവേശം എന്താണെന്നും കാഴ്ചകൾ എന്തൊക്കെയാണെന്നും. കമലേഷ്, ഗുഡ് മോർണിംഗ്. ട്രാക്ക് ഉണർന്നിരിക്കുന്നു. കമലേഷ്, ട്രാക്ക് ഉണരുമ്പോൾ പാലക്കാടാണോ തുടക്കം മിന്നിച്ചിരിക്കുന്നത്? മനു, തീർച്ചയായും ട്രാക്ക് ഉണർന്നിരിക്കുന്നു. അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. ഇപ്പോൾ 3 മത്സരങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. സീനിയർ ഗേൾസ് വിഭാഗത്തിൽ 3000 മീറ്റർ, അതുപോലെ തന്നെ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ മറ്റൊന്ന് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ. ഈ 3 മത്സരങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഈ 3 മത്സരങ്ങളിലും ഒന്നാം സ്ഥാനം പാലക്കാട് സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 3 സ്വർണം, തുടർച്ചയായ 3 സ്വർണം ഈ അത്ലറ്റിക്സിൻ്റെ ആദ്യ ദിനത്തിൽ പാലക്കാട് സ്വന്തമാക്കിയിരിക്കുന്നു. ആ നിലയിലുള്ളൊരു കുതിപ്പാണ് പാലക്കാട് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കുട്ടികളുടെ വിവരങ്ങൾ പറഞ്ഞാൽ 3000 മീറ്റർ സീനിയർ ഗേൾസ് വിഭാഗത്തിൽ പറളി HSSലെ ഇനിയെയാണ് ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ സ്വർണം സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ 3000 മീറ്ററിൽ ജഗന്നാഥാണ് പറളി HSSലെ. അതുപോലെ തന്നെ മുണ്ടൂർ HSSലെ ജഗന്നാഥാണ് സ്വർണം സ്വന്തമാക്കിയിട്ടുള്ളത്. 2ാം സ്ഥാനവും മുണ്ടൂർ HSSൻ്റെ തന്നെയാണ്. ഷബീറാണ്, അതായത് സ്വർണവും വെള്ളിയും മുണ്ടൂർ HSSന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് ജൂനിയർ ഗേൾസ് വിഭാഗത്തിലെ 3000 മീറ്ററാണ്. അർച്ചന എന്ന കുട്ടി, അതായത് മുണ്ടൂർ HSSലെ അർച്ചനയാണ് ഇതിൽ സ്വർണം സ്വന്തമാക്കിയിട്ടുള്ളത്. ആ നിലയിൽ 3 മത്സരങ്ങൾ ഇപ്പോൾ ഈ അത്ലറ്റിക്സിൻ്റെ ആദ്യ ദിനത്തിൽ പൂർത്തിയായിരിക്കുന്നു. അതിൽ 3 സ്വർണവും, തുടർച്ചയായ 3 സ്വർണവും പാലക്കാട് സ്വന്തമാക്കിയിരിക്കുന്നു. മനു, കമലേഷേ, മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ പറഞ്ഞതുപോലെ പാലക്കാടിൻ്റെ ഒരു തുടക്കം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ തവണ പാലക്കാടിന് കിരീടം കൈവിട്ടു പോയിരുന്നു. മലപ്പുറമായിരുന്നു ഐഡിയൽ സ്കൂളിൻ്റെ ഒക്കെ ബലത്തിൽ കുതിപ്പ് നടത്തിയത്. അതുകൊണ്ട് തന്നെ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കേണ്ടതുണ്ട് പറളിക്കും മുണ്ടൂരിനുമൊക്കെ. അങ്ങനെ ഒരു തീരുമാനിച്ചുറപ്പിച്ചതുപോലെ വന്നു എന്നാണ് തോന്നുന്നത് പാലക്കാടിൻ്റെ ആദ്യ മണിക്കൂറിലെ ഈ ഒരു പെർഫോമൻസ് കാണുമ്പോൾ. മനു, തീർച്ചയായും ഈ അത്ലറ്റിക്സിൻ്റെ ആദ്യ ദിനം ആരംഭിക്കുമ്പോൾ വലിയ കുതിപ്പ് തന്നെയാണ് പാലക്കാട് നടത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പാലക്കാട് കായിക മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം അത്ലറ്റിക്സ് വിഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ മുന്നേറ്റം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഈ അത്ലറ്റിക്സിൻ്റെ ആദ്യ ദിനത്തിൽ 3 സ്വർണ്ണമാണ് ഇപ്പോൾ പാലക്കാട് സ്വന്തമാക്കിയിട്ടുള്ളത്. അത് സീനിയർ ബോയ്സ് വിഭാഗത്തിൽ, സീനിയർ ഗേൾസ് വിഭാഗത്തിൽ, അതുപോലെ ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ. ഈ 3 മത്സരങ്ങളാണ് 3000 മീറ്റർ പൂർത്തിയായിരിക്കുന്നത്. ഈ 3 സ്വർണവും പാലക്കാട് സ്വന്തമാക്കിയിരിക്കുന്നു. അതിൽ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ സ്വർണവും വെള്ളിയും പാലക്കാട് തന്നെ സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ആവേശകരമായ മത്സരമാണ് ഈ അത്ലറ്റിക്സിൻ്റെ ആദ്യ ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു, ശരി, ഓക്കെ കമലേഷ്, കൂടുതൽ വിവരങ്ങൾ എടുക്കുക. നമുക്ക് അല്പസമയത്തിനകം തന്നെ കായികമേളയുടെ കൂടുതൽ ആവേശത്തിലേക്ക് വരാം.